ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ലൈമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ലൈം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. വളരെ കുറച്ച് പൈനാപ്പിൾ മതി. ഒരു കപ്പ് പൈനാപ്പിളാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമ്മളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെയും മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 5 ഗ്ലാസ് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരളവാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് തണുത്തിട്ടുള്ള ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് മാത്രം വെള്ളം ആദ്യം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പിന്നെ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 5 മീഡിയം സൈസിലുള്ള ജ്യൂസ് ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 5 ഗ്ലാസ് ലൈമിനുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അരിപ്പയിലൂടെ തന്നെ അരിച്ചിട്ട് ജ്യൂസൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഐസ് ക്യൂബ്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളം ചേർത്തത് കൊണ്ട് ഐസ് ക്യൂബ്സ് ഈ സമയത്ത് ചേർക്കണില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് സോക്ക് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. കസ്കസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം സോക്ക് ചെയ്തിട്ടുള്ള കസ്കസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് പൈനാപ്പിൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ലൈമാണിത്. നല്ല റിഫ്രഷിംഗ് ആണ്. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ലൈമാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.